സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. അതായത് പോലീസുകാരനെ SFIക്കാർ കയറി മെയ്യുന്ന ഒരു കാര്യം. എന്തിനാണ് പോലീസുകാരനെ SFIക്കാർ അടിച്ചതെന്നും SFIക്കാർ കാണിച്ചത് തോന്നിവാസമാണെന്നും ചെറ്റത്തരമാണെന്നും പറയുന്ന ഒരു കൂട്ടം ആളുകളുമുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ പറയുന്ന ആളുകളോട് ഞാൻ എന്തായാലും ആദ്യമേ തന്നെ ഈ കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് ഒരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാം. ഇതൊരു പരിപാടി നടക്കുന്ന സമയത്ത് ആ പോലീസുകാരൻ അടിക്കുന്നൊരു കാര്യമാണ്. ഇനി മാളിലെ ആ ഒരു പെർഫോമൻസ് കണ്ടില്ലേ? ഇതിൽ മാളിലെ ആ ഒരു പെർഫോമൻസ് ഞാൻ ശരിക്കൊന്ന് കാണിച്ചു തരാം. അത് നിങ്ങൾ ശരിക്കും കണ്ടില്ല. അതെന്താണ് മാളിൽ നടന്നതെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിലൊന്ന് കാണാം. പേടിച്ച് തൂറി അവൻ ഓടി. അതായത് SFI പിള്ളേർ ഇവനെ എടുത്തിട്ട് പഞ്ഞി കിട്ടതിൻ്റെ ഒരു കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നത്. എന്തിനാണ് ഞാൻ ഈ സന്തോഷം കൊള്ളുന്നത്, അല്ലെ എന്തിനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ ഒരു അടുത്തിടെയായിട്ട് കുറച്ച് പോലീസുകാർ കാണിക്കുന്ന തോന്നിവാസങ്ങളുടെ ഒരു പരിധി അല്ലെങ്കിൽ അത് അതിരി വിട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഞാൻ പറയില്ല, നല്ല പോലീസുകാരുമുണ്ട്, ചെറ്റത്തരം കാണിക്കുന്നവന്മാരുമുണ്ട്. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ. അത് ആഹാര സാധനങ്ങളായിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, ഏതൊരു കാര്യമാണെങ്കിലും എല്ലാത്തിലും നല്ലതും മോശവുമുണ്ട്. ഒരു നാണയത്തിന് രണ്ട് വശമുണ്ടെന്ന് പറയുന്നത് പോലെ. എന്നാൽ ഇങ്ങനെയുള്ളവന്മാരെ ഈ രീതിയിൽ തന്നെ നേരിടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്രമത്തിന് അക്രമം തന്നെയാണ് മറുപടി കൊടുക്കേണ്ട ഒരു വഴി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ചെയ്യേണ്ട സമയങ്ങളിൽ നമ്മളത് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ നമ്മൾ കാണുന്നത്. അതായത് ഈ ഒരു പോലീസുകാരൻ, ഇവൻ മിഥുനൻ എന്തോ ആണ് ഇവൻ്റെ പേര്, ഇവൻ എല്ലായിടത്തും വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ ഈ വാർത്തകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അതായത് എവിടെ ചെന്നാലും സ്ഥിരം പ്രശ്നക്കാരനാണ്. എവിടെ പരിപാടി നടന്നാലും അവിടെ ഇവൻ ആൾക്കാരെ എല്ലാം അടിക്കണം. അതായത് യൂണിഫോമിൽ കയറി കഴിഞ്ഞാൽ ഇവൻ മറ്റേ അയ്യപ്പനും കോശിക്കാത്തിലെ അയ്യപ്പൻ നായരാണെന്നാണ് ഇവൻ്റെ വിചാരം. അതായത് എല്ലാവരെയും അടിച്ചങ്ങ് നിരപ്പാക്കുന്ന, വലിയ രീതിയിൽ നീതിബോധമുള്ള, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പോരാടുന്ന ഒരു മനുഷ്യനാണെന്നാണ് ഇവരുടെ വിചാരം. അങ്ങനെ SFI പിള്ളേര് ഇവനെ കയ്യിൽ കിട്ടിയപ്പോൾ വലിച്ച് കീറി നല്ല അടിയും കൊടുത്ത് അവനെ കരണം പോയിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഒരുപാട് സന്തോഷമായി. ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, സന്തോഷമായി. നിങ്ങൾക്കുമായി കാണും. ഇപ്പോഴും ഞാൻ പറയുകയാണ്, എല്ലാ പോലീസുകാർക്കും ഈ രീതിയിൽ ഉണ്ടാവാൻ പാടില്ല, എല്ലാ പോലീസുകാരും ഇതിൽ പെടാൻ പാടില്ല. ഇങ്ങനെ തോന്നിവാസങ്ങൾ കാണിക്കുന്നവന്മാർക്ക് ഇവിടെ ഒരാൾ ചോദിക്കാനുണ്ട് എന്നുള്ളൊരു ബോധ്യം വേണം. കഴിഞ്ഞ ദിവസം ഇവരുടെയൊക്കെ മേലുദ്യോഗസ്ഥൻ പറയുന്നൊരു കാര്യം ഞാൻ കണ്ടു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് മേൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ആരെങ്കിലും ചെയ്താൽ, അവരെ കയ്യേറ്റം ചെയ്താൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത്. എൻ്റെ പൊന്നു സാറേ, ഈ മേലുദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ
നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ഈ തോന്നിവാസം പാവപ്പെട്ട സാധാരണക്കാരിൽ സാധാരണക്കാരായ അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആളുടെ മേൽ തീർത്താൽ അവിടെ ഞങ്ങൾ ആരോട് പോയി പരാതി പറയണം? നിങ്ങളോട് പരാതി പറഞ്ഞാൽ നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കും? നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? ഒരു ചെറുവിരലെങ്കിലും അനക്കുമോ? ഒരിക്കലും ഇല്ല. നിങ്ങൾ ജസ്റ്റ് ഒരു ഡിസിപ്ലിനറി ഒരു ആക്ഷൻ എടുക്കും. അതിനപ്പുറത്തേക്ക് നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കത്തുമില്ല, നിങ്ങൾ ചെയ്യത്തുമില്ല. കാരണം സഹജീവി മനോഭാവം, സഹജീവി സ്നേഹം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അല്ലേ? അപ്പം അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഇതുപോലെയുള്ള SFIയിലെ പിള്ളേർ ചുണക്കുട്ടികളുടെ ഒരു കാര്യം ആവശ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയും ഇങ്ങനെ ഈ വൃത്തികേടുകൾ കാണിക്കാനായിട്ട് മുന്നിലേക്ക് നിൽക്കുന്നവന്മാർക്ക് ഒരു താക്കീത്, ഇനി ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇനി ഈ തോന്നിവാസം ആവർത്തിച്ചാൽ നല്ല കീറ് കിട്ടുമെന്നുള്ളത് ഇവന്മാർക്കൊക്കെ തോന്നണം. ഇതിന് എവിടെ പോയാലും ആളാവാൻ വേണ്ടിയിട്ട് കാക്കിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരിക്കലും കാക്കിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ല എന്നാണ് ഇവൻ വിചാരിച്ചത്. പക്ഷെ കാക്കിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പിള്ളേരെടുത്തിട്ട് പണിഞ്ഞു. ഒരിക്കലും ആ കാക്കി ഇട്ടുകൊണ്ട് ആ പിള്ളേരൊന്നും അടിച്ചിട്ടില്ല. അതൊരു ബഹുമാന സൂചകമായിട്ട് തന്നെ കാക്കി ഇല്ലാതെ ഇവൻ പുറത്തിറങ്ങിയപ്പോഴാണ് അടിച്ചത്. അതായത് ഒരു കുടുംബത്തിൽ ഇപ്പം നമ്മൾ ആദ്യം കണ്ട വീഡിയോയിൽ ഒരു കുടുംബവും അവരുടെ മക്കളും എല്ലാം കൂടി ഒരു പരിപാടി കാണാൻ വന്നതാണ്. അവിടെ വെച്ചിട്ടാണ് ഇവൻ ഈ തോന്നിവാസം കാണിച്ചിട്ട് അവരെ ആക്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു ചേച്ചിയുടെ കയ്യിൽ കയറി പിടിച്ചു. അമ്മയാണോ മകനാണോ ആരാന്നറിയില്ല. അവരുടെ കയ്യിൽ കയറി പിടിക്കുന്നു, അവരെ അതിക്രമിക്കുന്നു, അവരെ അടിക്കുന്നു. അതിന്റെ രീതിയിലാണ് അവർ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവനും മാളിൽ പോയ സമയത്ത് തിരുവനന്തപുരത്ത് വെച്ചാണല്ലോ സംഭവം. അപ്പോൾ ഇവനും ഭാര്യയൊക്കെ ആയിട്ട് മാളിൽ നിന്ന് ആഘോഷിക്കാൻ വേണ്ടി പോയതാണ്. മാസ്ക് ഒക്കെ വെച്ചാണ് ആൾ പോകുന്നത്. ആ പോയ സമയത്ത് തന്നെ പയ്യന്മാരുടെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ പയ്യന്മാർ നിനക്ക് എന്താണ് ഇപ്പം തിളപ്പില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ഇട്ട് വലിച്ചു കീറി നല്ല കീറ് കൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഈ മാസ്ക് വെച്ചുകൊണ്ട് പോയത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടുമെന്നുള്ളൊരു പേടി ഉള്ളത് കൊണ്ടായിരിക്കണം കേട്ടോ. നേരത്തെ അറിയാം അടി കിട്ടും, ഞാൻ ഈ കാണിക്കുന്നതെല്ലാം പിറപ്പുകേടാണെന്നുള്ളത് ആളിന് അറിയാമായിരിക്കാം. ഇതിനെ മെഴുകിക്കൊണ്ട് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകളുണ്ട്. ഇവനിപ്പം ഈ ഒരു പോലീസുകാരനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു എന്നാണ് അറിയുന്നത്. എന്നാൽ ഇവനെ ആ ഒരു കേസിൽ നിന്ന് പുറത്താക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങളും അറിയുന്നുണ്ട്. പക്ഷെ അതിനോട് നമ്മുടെ ഈ പറയുന്ന SFI എന്ന് പറയുന്നൊരു സംഘടന വലിയ രീതിയിൽ ഒരു വൈമുഖ്യം കാണിച്ചുകൊണ്ട്, അല്ലെ അവരോട് വലിയ രീതിയിൽ ഒരു വിമുഖത കാണിച്ചുകൊണ്ട് മുന്നിലേക്ക് നിൽക്കുന്നുണ്ട്. അതായത് ഈ പോലീസുകാരനെതിരെ ഉള്ളൊരു ഡിസിപ്ലിനറി ആക്ഷൻ, അല്ലെങ്കിൽ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യണം, ഇവൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ഇവനെ പുറത്ത് വിടാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് SFI നിൽക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ ഇടിക്കുന്ന സമയത്ത് ഇവന്റെ കയ്യിലെ ഇടിവള ഊരിയിട്ടാണ് ഇടിക്കാൻ ശ്രമിക്കുന്നത്. അതായത് പക്ക ഒരു ഗുണ്ട ഒരാളെ ആക്രമിക്കുന്നത് എങ്ങനെയാണോ അതേപോലെയാണ് ഇവൻ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ആ കൂട്ടത്തിൽ വന്ന ആളുകളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു, അവന്മാർ തിരിച്ചിടിക്കുന്നുമുണ്ട്. ശരിക്കും തെറ്റ് SFIയുടെ ഭാഗത്ത് തെറ്റുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അക്രമം എവിടെ കണ്ടാലും അവിടെ നമ്മൾ നേരിടുന്ന രീതി അത് അക്രമം കൊണ്ട് തന്നെ നേരിടാൻ പാടില്ല. മറ്റു പല രീതികളും ഉണ്ട്. പക്ഷെ ഇവിടെ അത് അതിക്രമിച്ചു പോയതുകൊണ്ടായിരിക്കണം. ഇവൻ എല്ലായിടത്തും സ്ഥിരം പ്രശ്നക്കാരനാണെന്നുള്ളൊരു വാർത്തയും നമ്മൾ കണ്ടു. ഞാൻ എന്തായാലും അതുകൂടി കാണിക്കാം. ഇപ്പം ഞാനിത് പറയുമ്പോൾ ചില ആളുകൾ പറയും നീ ഇത് പോലീസുകാരെ കുറ്റം പറയുകയാണ്, പോലീസ് ചെയ്യുന്നതെല്ലാം നല്ലതാണ്, ഇവന്മാർ SFI അത്ര നല്ല അല്ല എന്ന് നിങ്ങൾ പറയാം. അപ്പം ഞാൻ എന്തായാലും ആ ഒരു വാർത്ത കൂടെ ഒന്ന് കാണിച്ചു തരാം. SFI പ്രവർത്തകരെ ആക്രമിച്ച പോലീസുകാരൻ മിഥുൻ റോയ്ക്കെതിരായ ജാമ്യമില്ലാ വകുപ്പ് പിൻവലിച്ചാൽ കോടതിയെ സമീപിക്കാൻ CPIയും. ഗുണ്ടകൾ പെരുമാറുന്ന രീതിയിലാണ് CPO മിഥുൻ റോയ് SFI പ്രവർത്തകരെ ആക്രമിച്ചതെന്ന് CPM ജില്ലാ സെക്രട്ടറി പി ജോയ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. SFI പ്രവർത്തകരെ ഇടിവള ഊരിയിടിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ട്. പേട്ട പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോൾ പ്രശ്നമുണ്ടാക്കിയതിനെ ക്യാമ്പിലേക്ക് ഇയാളെ മാറ്റിയിരുന്നു. മിഥുൻ റോയ് സ്ഥിരം പ്രശ്നക്കാരനാണെന്നും പി ജോയ്. കണ്ടില്ലേ? അതായത് സ്ഥിരം പ്രശ്നക്കാരനാണ്. ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഇപ്പോൾ പോലീസിലുണ്ട് കേട്ടോ, സേനയിലുണ്ട്. അതായത് ജോലി ആഗ്രഹിച്ച് കയറാതെ ആരുടെയോ ഒക്കെ കൈയും കാലും പിടിച്ച് റെക്കമെൻഡേഷനിൽ കയറിയിട്ട് എന്ത് തോന്നിവാസം കാണിക്കുന്ന ഒരു പരിപാടി. അങ്ങനെയാണെങ്കിൽ ഇത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം, ഈ രീതിയിൽ തന്നെ കിട്ടണം. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലായിടത്തും ഈ രീതി ആവർത്തിക്കാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ജനങ്ങൾ ഈ പറയുന്ന അധികാരം കയ്യിലെടുക്കുന്ന ഒരു അവസ്ഥയാവും. ഈ ഒരു കാര്യത്തിന് CPIM നല്ല രീതിയിൽ തന്നെ നേരിടുന്നുണ്ട്. അല്ലെങ്കിൽ പോലീസ് അവരുടെ പാർട്ടിക്കുള്ളിലുള്ള ആളുകൾ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ, അല്ല അവരുടെ പാർട്ടിയുടെ അധീനതയിൽ വരുന്ന, ആഭ്യന്തരത്തിൽ വരുന്ന, അതിന്റെ അണ്ടറിൽ വരുന്ന പോലീസുകാർ ചെയ്യുന്ന കാര്യങ്ങൾക്കെതിരെ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെ ആവണം. ഈ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യണം. എന്തായാലും ഈ പോലീസുകാരൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലീസുകാരൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിള്ളേരെടുത്ത് ചാമ്പിയത്. അതിന് ഉള്ള തക്കതായ മറുപടി അയാൾക്ക് കിട്ടണം. ഇനി ഇതുപോലെ ഒരുത്തനും ആവർത്തിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. എന്തായാലും SFI പിള്ളേർക്ക് ഒരു ബിഗ് സല്യൂട്ടും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. ഓക്കെ, ബൈ.